എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ വലിയ സന്തോഷത്തിൽ അവൻ കയറി പോവാണ്. ഇച്ചിരി ശരീരവേദനയൊക്കെ ഉണ്ടെന്നല്ലാതെ നമ്മുടെ മനുവിനാണെങ്കിൽ കള്ളത്തരം പറയാനായിട്ട് നാവ് നല്ല രീതിയിൽ ചലിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സരയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ഒരു രക്ഷയില്ലാട്ടോ, ആ കൊറിയൻ ക്ലയന്റ് അവനാണെങ്കിൽ ഫോൺ വെക്കുന്നേ ഇല്ല, ഞാൻ ഇന്ന് ചെല്ലും, എപ്പോ വരും എന്നൊക്കെയാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ മോള് പ്രഗ്നന്റ് ആണെന്നും അതുപോലെ എനിക്കിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവളെ വിട്ട് വരാൻ പറ്റില്ല എന്നും ഒക്കെ ഞാൻ അയാളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. മനുവേട്ട, എന്തിനാ മനുവേട്ട ഇത്രയൊക്കെ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? മോളെ, നിനക്കറിയില്ല, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനു ആണെങ്കിൽ നമ്മുടെ സരയുടെ ഇങ്ങനെ ചേർത്ത് കിടത്തി. എന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ ഇനി നീ കിടന്ന് ഉറങ്ങു കേട്ടോ, ദേ ഈ സമയത്ത് നല്ല ഉറക്കമൊക്കെ കിട്ടേണ്ടതാണ്. അങ്ങനെ മനു ഭാര്യയെ ഉറക്കുന്ന ഈ സമയം നമ്മുടെ മനുവിൻ്റെ കാര്യങ്ങളും ആലോചിച്ച് രാഹുലാണെങ്കിൽ ആ ഹാളിൽ തന്നെ ഇരിക്കുകയാണ്. രാഹുലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ മാരണത്തിന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ തൻ്റെ മകളുടെ ജീവിതം നായ നക്കിയതുപോലെ ആവും. ഇപ്പോഴാണെങ്കിൽ കിരണും കല്യാണിയൊക്കെ കൂടി ഭയങ്കര സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത്. കല്യാണിയുടെ ഡൽഹി യാത്രക്കിടയിൽ കല്യാണിയെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ശല്യമാണ്. ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യത്തിൽ അവർ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും. അങ്ങനെ വളരെയധികം പ്ലാനിങ്ങുകളും ഒക്കെ ആയിട്ട് രാഹുൽ ഇവിടെ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയും ഒക്കെയാണ്. രൂപയുടെ വീട്ടിലെത്തിയതും നമ്മുടെ യാമിനി കൊടുത്ത ജ്യൂസും ഒക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കിരൺ പറഞ്ഞു, അമ്മയോടും അതുപോലെ തന്നെ അച്ഛനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി ഞാൻ അമേരിക്കൻ ഉള്ള എൻ്റെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർ സംഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കല്യാണിയെ വിടാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനും ചിലപ്പോൾ കൂടെ പോകേണ്ടി വരും. കല്ലുമോൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോണോ എന്ന് പറഞ്ഞു. അതിനെന്താ മോനെ, അവൻ്റെ അച്ഛമ്മയും അതുപോലെ തന്നെ അമ്മമ്മയും ഒക്കെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം വളരെ സന്തോഷത്തിൽ ഇവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സേനനാണെങ്കിലോ, എന്നാൽ നമുക്ക് ഫുഡ് കഴിച്ചാലോ. യാമിനി ചേച്ചി, ഇത് എന്തൊക്കെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആണല്ലോ. അതേ മോളെ, മോൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കല്യാണിയാണെങ്കിൽ അത് കൂട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പാത്രമൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുമ്പം അവളുടെ ഇഷ്ട വിഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അങ്ങനെ അവൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് യാമിനിയോട് പറഞ്ഞു, ചേച്ചി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മാത്രം ഉണ്ടാക്കിയതല്ല, മോളുടെ അമ്മായി അമ്മയും ഇന്ന് അടുക്കള കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുമ്പോഴത്തേക്കിനും സേനം പറഞ്ഞു, മോളെ ഒരുപാട് പേർക്ക് വരുന്ന ഭാഗ്യമൊന്നും അല്ല ഇത് മോളുടെ ആ ഒരു കഴിവനുസരിച്ച് തന്നെ ഈശ്വരനായിട്ട് കൊണ്ടുവന്ന് തന്ന ഭാഗ്യമാണ്. ഒരിക്കലും ഇതിന് പോകില്ല എന്ന് മാത്രം മോള് പറയരുത്. അച്ഛാ, എനിക്ക് പോവാൻ മനസ്സിലാഞ്ഞിട്ടൊന്നും അല്ല, എൻ്റെ കുഞ്ഞിനെയും കിരണേട്ടനെയും ഒക്കെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വലിയ സങ്കടമാണെന്നൊക്കെ കല്യാണി പറയുകയാണ്. അപ്പം മോളുടെ ഈ സങ്കടങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ചെറിയൊരു അടിച്ചുപൊളി അങ്ങ് ആക്കിയാലോ, ഇന്നത്തെ രാത്രി നമുക്ക് അങ്ങ് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം ഒരാഴ്ചത്തേക്ക് മോൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം വാദിക്കല് നമ്മുടെ കല്യാണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി നയനയും അതുപോലെ തന്നെ ആദർശം കൂടെ ആ വീട്ടിലെത്തുകയാണ്. ഇവരെ കണ്ടപാടെ കല്യാണി ഓടിച്ചെന്നു. എന്നിട്ട് നമ്മുടെ നയനയെ കെട്ടിപ്പിടിച്ചു. നയനയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും, അതെ, ഒരാഴ്ച കാലത്തേക്ക് നീ വലിയ ഒരു പ്രശസ്തിയൊക്കെ ആയിട്ട് ഈ നാട് വിട്ട് തന്നെ പോവാണെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. നിനക്ക് അവാർഡ് കിട്ടിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിടി. ഒരുപാട് സന്തോഷമുണ്ട്. നേരിട്ട് നിന്നെ വിളിച്ച് അഭിനന്ദിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഇപ്പതാ ഇങ്ങനെ വന്ന് നിന്നെ കാണാനും നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും ഒക്കെ സാധിച്ചല്ലോ എന്നും പറഞ്ഞ് കല്യാണിയെ ചേർത്ത് നിർത്തി പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടുള്ള നമ്മുടെ നയന ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ കിരണും അതുപോലെ തന്നെ ആദർശം കൂടി പറഞ്ഞു, അതെ, ഇതുപോലെയുള്ള ഒരു ഭാഗ്യം ഇനി നമ്മുടെ നയനയും തേടി വരും. നയനയും അത്യാവശ്യം നല്ല രീതിയിൽ പ്രശസ്തയായി വരും ആണ് എന്നൊക്കെ ഇങ്ങനെ കിരൺ സംസാരിക്കുമ്പോൾ, അത് തന്നെയാണ് ഞാനും ഇപ്പൊ ആലോചിക്കുന്നത്. ഇനി ഇവളെന്നാണാവോ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. കൂട്ടുകാരികൾ രണ്ടുപേരും ഉയർന്നു തന്നെ വരട്ടെ എന്നും പറഞ്ഞ് സേനനാണെങ്കിൽ ഇവരെ വലിയ സ്നേഹത്തിൽ സ്വീകരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടിയായി പിന്നീട് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അന്നത്തെ ദിവസം അവരെല്ലാവരും കൂടി അതൊരു ആഘോഷരാവാക്കുകയാണ്. കല്യാണിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കിരണിന് വേണ്ടിയിട്ടും ഒക്കെ
ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ രൂപയും സേനനും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. അന്ന് നമ്മുടെ വീടുകളിലൊക്കെ വിഷുവിനൊക്കെ കത്തിക്കുന്നത് പോലെ കിരണിന്റെ വീട്ടിലും വലിയൊരു ആഘോഷം തന്നെ നടന്നു. അങ്ങനെ അത്രയും ഗംഭീരമായിട്ടുള്ള ആ ഒരു പരിപാടിയും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ബഗാസുരൻ കല്യാണിയെ തീർക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. കല്യാണി എന്ന് പറയുന്ന ആ മാരണത്തിനെ തൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് തൂത്തെറിയണം. അതിനു വേണ്ടിയിട്ട് താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങളൊക്കെ താൻ ചെയ്തിരിക്കും. അതുമാത്രമല്ല, അകത്ത് കിടന്നുറങ്ങുന്നവനുണ്ടല്ലോ, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതമൊക്കെ തകർത്തിട്ട് അതൊന്നും ചെയ്യാത്തവനെ പോലെ വളരെ നല്ലവനായിട്ട് ചമഞ്ഞു നടക്കുന്ന ആ മനോഹരൻ, അവൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് ഗാഠമായ ആലോചനയിൽ നിൽക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെ വിശേഷങ്ങളായിരിക്കും നടക്കുകയില്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.